ഹലോ, വെൽക്കം ടു കുക്ക് ആൻഡ് ടെക്. ഇന്ന് നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ ഏത്തപ്പഴമാണ് യൂസ് ചെയ്യുന്നത്. ഏത്തപ്പഴം നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. ഏത്തപ്പഴം കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ പൊട്ടാസ്യം, വൈറ്റമിൻ സി, B2 എന്നിവയുടെയൊക്കെ അളവ് കൂടുന്നതിനും അതുപോലെ തന്നെ പല അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും വളരെയധികം നല്ലതാണ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ അടുത്ത പാർട്ടിൽ വരുന്നുണ്ട്. എല്ലാവരും കേൾക്കണേ. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടി നമ്മളൊരു പഴത്തിനെ 3-4 സ്ലൈസസ് ആക്കി ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് എടുക്കുക. ഇങ്ങനെ ഒരു ചതുരത്തിൻ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുക. മാവിലേക്ക് ആവശ്യമായിട്ട് നമുക്കിതിനകത്തേക്ക് ഗോതമ്പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൈദ ഉപയോഗിക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടിയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് കളറിന് ആവശ്യമായിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുഡ് കളർ യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് 3 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1 നുള്ള് ഉപ്പും കൂടി ആഡ് ചെയ്യാം. പിന്നീട് നമുക്കത് കുഴച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് മാവ് കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഒറ്റയടിക്ക് ഫുൾ വെള്ളം ഒഴിക്കരുത്. അന്നേരം നമുക്ക് വെള്ളം ചിലപ്പോൾ കൂടുതലായി പോകും. അപ്പോൾ നമ്മൾ ഒത്തിരി ലൂസ് ആവാതെയും ഒത്തിരി ടൈറ്റ് ആവാതെയും നല്ലൊരു പരുവത്തിന് മാവ് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മാവ് പഴം അതിനകത്തേക്ക് മുക്കിയിട്ട് നമുക്ക് പൊരിക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞങ്ങളുടെ കയ്യിലിപ്പോൾ സൺഫ്ലവർ ഓയിലാണോ ഉള്ളത്, അതുകൊണ്ട് അത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ നന്നായി ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നുള്ള് മാവ് അതിനകത്തേക്ക് ഒഴിച്ച് നോക്കുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും. നല്ലൊരു സൗണ്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന്. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാവിൽ മുക്കിയ ഏത്തപ്പഴം നമുക്ക് എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ട്രിപ്പിൽ 3 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. 3 പഴം മാവിൽ മുക്കിയിട്ടാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ, അത്യാവശ്യം നന്നായി വെന്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത വശം ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അടുത്ത വശം കൂടി ഒന്ന് നന്നായി കുക്കായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇനി 2 വശവും ഒരേപോലെ തന്നെ വേകണം. നല്ല കോട്ടിംഗ് ഒക്കെ നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് ഒരു ടിഷ്യൂവിലേക്ക് അതിനെ എടുത്ത് മാറ്റാം. എണ്ണയെല്ലാം പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് എടുത്ത് മാറ്റി കൊടുക്കാം. എണ്ണയെല്ലാം മാറ്റിയതിന് ശേഷം നമുക്കത് ചൂടോടുകൂടി തന്നെ കഴിക്കാം. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെയധികം ഗുണങ്ങളും ഉള്ളതാണ് ഏത്തപ്പഴത്തിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.